പ്രിയമുള്ളവരെ, ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് പുറത്തായ ഞങ്ങൾ കുറച്ച് കണ്ടസ്റ്റൻസ് ഇപ്പോൾ 6 പേര് ഒരു ബോട്ടിൽ പെരിയാറിന്റെ ഓളങ്ങളെ തല്ലിക്കൊണ്ടുപോകുന്ന ഒരു ചെറിയ ബോട്ടിൽ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല തള്ളുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇത്തരം യാത്രകൾ ജീവിതത്തിൽ നൽകുന്ന സന്തോഷത്തെ കുറിച്ചുകൂടെ ചിന്തിക്കുക എന്നുള്ളതും കൂടെയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ശാരിക, ആദ്യം ശാരികയിൽ നിന്ന് തുടങ്ങാണ്. തീർച്ചയായിട്ടും നല്ലൊരു റിലീഫാണ്. വളരെ മനോഹരമായ യാത്രകൾ, പ്രത്യേകിച്ചും നമ്മൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന നമുക്ക് വൈബുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മളൊരു യാത്ര പോവാന്ന് പറയുന്നത് വളരെ നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ നടന്നു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. മൈൻഡ് ഭയങ്കര റിലീഫായി, ഭയങ്കര സന്തോഷം. എന്തായാലും ഇതിനിങ്ങനെ ഇടക്കിടയ്ക്ക് കൂടാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത്തരം യാത്രകൾ എപ്പോഴും നല്ലതാണ്. യാത്രകൾ എല്ലായ്പ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ട്രാവൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, എല്ലാവരും ഉണ്ട്. എടാ, എന്റെ മുടിയൊക്കെ പറന്നു പോവാണോ? നമ്മുടെ ഇത്തരം യാത്രകൾ കൂടിച്ചേരലുകളും ജീവിതത്തിൽ ആനന്ദത്തെ കുറിച്ച് ഒരുപാട് സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലൂടെ തിങ്ങി നിറങ്ങി പോകുന്നതിന്റെ ഇടയിൽ ഇതുപോലുള്ള അതിനെക്കാട്ടും വലിയ തിങ്ങി നിറങ്ങലുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു അതെന്തൊരു മനസ്സുഖാണല്ലോ. കാരണം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും മറന്നു. പ്രത്യേകിച്ച് കലാകാരന്മാരാകുമ്പോൾ കുറെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യും. എന്താന്നറിയില്ല, എനിക്ക് 2 വരിയിൽ ഒന്നെങ്കിലും പൊതുവെ എനിക്ക് നിർത്താൻ പറ്റാറില്ല. എന്നാലും കൈകൊട്ടു പെണ്ണേ കൊഞ്ചും പള്ളായിട്ട് കൈകൊട്ട് താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ. ഇവരുടെ പാട്ടാരെടുക്കാൻ പറഞ്ഞു, എവിടെ വന്നാലും ഒരു പാട്ട്. ദാനോ എന്തോന്നാ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാനങ്ങനെ സത്യം പറയണ്ടേ, കള്ളം പറഞ്ഞാ മതിയാ. അതായത് നമ്മൾ സത്യം പറഞ്ഞില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം നിങ്ങളെല്ലാവരെയും പുറത്തു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴല്ലേ കാണുന്നത്. അപ്പൊ നമ്മളുടെ അതിനകത്തുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ പുറത്തു വന്നപ്പോ. അപ്പൊ എല്ലാരും കൂടി ഉള്ള ഒരു ഹാപ്പി മൊമെന്റ് ആണ്. അത് അടിച്ചു പൊളിക്കുക, ആ ഒരു സംഭവം. നമ്മള് ഹാപ്പി മൊമെന്റ്സ് ആ കണ്ടിട്ട് പോരെ. ഇവിടെ ശാരീരികമായിട്ടുള്ള ഒരു തല്ലും വഴക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു കണ്ടന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ബിഗ് ബോസ് ഷോയിൽ ഞാനൊരു 35 ഡേയ്സ് മാത്രമാണ് നിന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി. ഇനി ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അകത്തുണ്ട്. ബിഗ് ബോസ് ഷോയിൽ നിന്ന് എനിക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് മിസ് ചെയ്യുന്നവരൊന്നുണ്ട്, എൻ്റെ നല്ല സുഹൃത്തുക്കൾ. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഞാൻ സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയ സുഹൃത്തുക്കളെക്കാട്ടി ബോണ്ടിങ് ഉണ്ട് എനിക്ക് ബിഗ് ബോസിനുള്ളിൽ. എന്നോടൊപ്പം നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ, അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഹലോ ഗായ്സ്, ഞാൻ ആർജെ ബിൻസി. ഐ എം സോ ഹാപ്പി ബിക്കോസ് എല്ലാവരുമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു, എല്ലാവരും കാണാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും തമ്മിൽ കുറച്ചുകൂടെ ബോണ്ടായി, കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സോ ഭയങ്കര ഒരു ഹാപ്പിനെസ്സിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മീറ്റപ്സ് ഇനിയും വരും, ഗെറ്റ് ടുഗദേഴ്സ് വരും, ബാക്കിയുള്ള ആൾക്കാർ വരാൻ വെയിറ്റിംഗ് ആണ്. എനിവേ ഹാപ്പി. ലൈഫിന്റെ സന്തോഷം ഈ കായലിൽ നടുക്കാണ്. സീരിയസ്ലി മുങ്ങിട്ട് തിരിച്ചു വന്നു ഭയങ്കര സന്തോഷമാണ്. എല്ലാരും ഇപ്പൊ ആ ഒരു രീതിയിലാണല്ലോ. ഒന്ന് മുങ്ങി പിന്നെ തിരിച്ചു വന്നു ഫുൾ പവർ ആയിട്ട്. സോ ഹാപ്പി. അതെ, നമ്മൾ പൊങ്ങി, നമ്മൾ ഉയർത്തെഴുന്നേറ്റു. വി ആർ ബാക്ക് വിത്ത് പവർ.
ഇറങ്ങിയതിന് ശേഷം ഉണ്ടായാലും വിഷാദ രോഗമൊക്കെ മാറിയോ? ഇപ്പോഴും മാറാതിരിക്കുന്ന ഓരോ ഒരാളുണ്ട്. മുൻഷി ഇപ്പോഴും ഓക്കെ അല്ലാത്തോണ്ടാണ് ഇമ്മാതിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സാരില്ലടാ, എല്ലാം പെട്ടെന്ന് ശരിയാവും. 19 ദിവസമായി. പക്ഷെ ഞങ്ങളൊക്കെ ആഴ്ച ഇറങ്ങി 3 ദിനം ഞങ്ങളതൊക്കെ മാറി. പക്ഷെ ഇപ്പോഴും അത് മാറാത്ത ഒരേ ഒരാളേ ഉള്ളൂ, ഈ ക്യാമറ. കണ്ണീർ വാർക്കാതെ ഏറ്റവും സന്തോഷമായിട്ട് പോടാമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരുത്തന്റെ അടുത്താണ് ഈ ഡയലോഗ് അടിക്കുന്നത്. മോങ്ങി മെഴുകി വൃത്തിയായിട്ട് അവിടെ ടിഷ്യൂ ബോക്സ് തീർത്ത്, ടിഷ്യൂ പേപ്പർ അല്ല ടിഷ്യൂ ബോക്സ് തീർത്ത ഇവരാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഇപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അറിയാം, അയ്യോ അത് പോയി, അയ്യോ ഇത് പോയി. നമുക്ക് കരയണമെങ്കിൽ പോലും എന്ത് വേണം, മനസ്സിലൊരു ഇത് വേണം. ഇതായിരുന്നു സ്തംഭനാവസ്ഥയായിരുന്നു മൊബൈൽ. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ആ സ്തംഭനം കഴിഞ്ഞപ്പോ ഇറ്റിറ്റ് ഇടന്നൊക്കെയോ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. പലപ്പോഴും പക്ഷെ അറിയില്ല പൊട്ടിക്കറിയുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ കരയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കരയണമെന്നുണ്ടായിരുന്നു. മോഹൻലാൽ പറഞ്ഞു എനിക്ക് ഭയങ്കര ഹൃദയവിശാലതയാണെന്ന്. ആ സാധനം കളയണ്ടെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഹൃദയവിശാലത വിറ്റ് ജീവിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സന്തോഷം, നന്ദി. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും ഞങ്ങളോടൊപ്പം ഇനിയും ഉണ്ടാവണമെന്ന് വിചാരിക്കണം. അടുത്തത് 8ാമത്തെ സീസൺ വന്നാലും ഞങ്ങളെ ഒന്ന് മറക്കല്ലേ എന്നുള്ള എളിയ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രിയമുള്ള മലയാളി സ്റ്റുഡിയോസിൻ്റെ പ്രേക്ഷകർ, അങ്ങനെ പെരിയാർ റിവേറ എന്ന ചാലക്കുടിയിലെ റിസോർട്ടിൽ അവരുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഞങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുത്ത 5-6 പേർ കണ്ടല്ലോ. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ഒരു ദിവസം ഒത്തുകൂടി അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള ആതിഥേയത്വം സ്വീകരിച്ചു. ഒപ്പം ഞങ്ങൾ പരമാവധി ആസ്വദിച്ചു. പെരിയാർ റിവേറയുടെ പാക്കേജിലുള്ളതാണ് ഈ ബോട്ട് യാത്രയൊക്കെ. കൊച്ചു കൊച്ചു തമാശകളും സന്തോഷങ്ങളും കളിയാക്കലുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ആ യാത്ര നന്നായി തന്നെ ആസ്വദിച്ചു. എല്ലാവരും അതൊരു നല്ല ഓർമ്മയായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയത്. അതുണ്ടോ, ഈ മരങ്ങൾക്കിടയിലൂടെ, തണലിലൂടെ, പ്രകൃതിയിലൂടെ, വെള്ളത്തിലൂടെ ഞങ്ങളിങ്ങനെ ചെറിയ ഒരു ആറിലൂടെ യാത്ര ചെയ്ത് വലിയ വിശാലമായ കായലിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റിസോർട്ടിലേക്കും എത്തുന്നു.